കേരള സ്റ്റോറിക്ക് ദേശീയ അവാർഡ് ലഭിച്ചു. വലിയ വിമർശനം ഉയരുകയും ചെയ്തു. കാരണം കേരള സ്റ്റോറി സംസ്ഥാനത്തെക്കുറിച്ച് ഏറ്റവും മോശമായി ചിത്രീകരിച്ചു എന്ന വിമർശനം ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സിനിമയ്ക്കാണ് ഇപ്പോൾ ദേശീയ അവാർഡ് നൽകി. അതിനെങ്ങനെയാണ് കാണുന്നത്? അല്ല, ഒരു സിനിമയ്ക്ക് അവാർഡ് കിട്ടിയത് ജൂറിയുടെ തീരുമാനമാണ്. അതിനകത്ത് എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല. അങ്ങനെ പറയുന്നത് ശരിയുമല്ല. കാര്യം ഒരു ജൂറിയുടെ തീരുമാനം അന്തിമമായ തീരുമാനമാണ്. അതിനെക്കുറിച്ചല്ല. ഇത് ഒരു സിനിമ, നമ്മൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ളത്, നമ്മൾ ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, കലാകാരന് ആവിഷ്കാര സ്വാതന്ത്ര്യം, അതിരുകളില്ലാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്ന് വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുകയും അത് എല്ലാ വേദികളിലും പറയുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകണം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റത്തെയും അംഗീകരിക്കാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ സെൻസറിങ് സംവിധാനം എന്ന് പറയുന്ന സെൻസറിങ്ങിനെയും വ്യക്തിപരമായിട്ട് എനിക്ക് അതിനോട് യോജിപ്പില്ല. ഒരു കലാസൃഷ്ടിയുടെ മേൽ ഒരു കടന്നുകയറ്റം എന്നുള്ളത് അനുവദിക്കാൻ പാടുള്ളതല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ളത് അതിൻ്റെ ഒരു ലൈസൻസായി കണ്ടുകൊണ്ട് അതിനെ ദുരുപയോഗം ചെയ്യാൻ ഈ ആവിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നവർ തയ്യാറാകരുത്. ഒരു കല അല്ലെങ്കിൽ കലാസൃഷ്ടി അത് അഡ്രസ്സ് ചെയ്യുന്നത് ഈ സമൂഹത്തെയാണ്. അതുകൊണ്ട് തന്നെ അതിനകത്തൊരു പാളിച്ച പറ്റിയാൽ അത് ഈ സമൂഹത്തെ മുഴുവൻ അപജയത്തിലേക്ക് നയിക്കുമെന്ന തിരിച്ചറിവ് ഈ കലാസൃഷ്ടി അത് കൈകാര്യം ചെയ്യുന്നവർക്കുണ്ടാകണം. അപ്പോൾ അത് പുറമേ നിന്നുള്ളൊരു സെൻസറിങ് അല്ല, അതൊരു സ്വയം ഒരു ഔചിത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ആവിഷ്കരിക്കണം എന്നുള്ള ഒരു ഔചിത്യം അത് കലാപ്രവർത്തകർക്ക് ഉണ്ടാകേണ്ടതുണ്ടാണ്. ഇപ്പോൾ പലതും നമ്മളിപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ച് താങ്കൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ദേശീയ പുരസ്കാരം കിട്ടിയതിനെക്കുറിച്ച്, അത് കേരളത്തിൻ്റെ യഥാർത്ഥ ഒരു സ്റ്റോറി അങ്ങനെയാണോ? അതിപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് നമുക്കതിനെ അങ്ങനെ ലാഘവത്തോടെ കാണാൻ പറ്റുന്നില്ല. ഇവിടെ അത് ചില അസത്യങ്ങൾ പ്രചരിപ്പിക്കുകയും നമ്മുടെ ഈ ഒരു വളരെ ശ്രേഷ്ഠമായ ഒരു സംസ്കാരം വളരെ പരസ്പര വിശ്വാസത്തോടെ, സ്നേഹത്തോടെ, സൗഹൃദത്തോടെ, അത് നമ്മുടെ ഈ മതസൗഹാർദ്ദം എന്നൊക്കെ പറയുന്നത് ഏറ്റവും നന്നായി പുലരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. നമുക്കറിയാമല്ലോ, നമ്മൾ എത്രയോ കാലമായി ജീവിക്കുന്ന ഒരു സമൂഹമാണ്. ഇവിടെ അങ്ങനെ ഒരു സൗഹാർദ്ദമൊക്കെ ഒരു വല്ലാത്ത അപകടാവസ്ഥയിൽ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ, അത് എല്ലാ രംഗത്തും നമ്മൾ വളരെ മാതൃകയാണ് കേരളം എന്ന് പറയുന്നത്. ആ ഒരു വലിയ ഔന്നത്യം നമുക്കുണ്ട്, സാംസ്കാരികമായ ഒരു ഔന്നത്യമുണ്ട്. അപ്പോൾ അതിനെല്ലാം നിഷേധിച്ചുകൊണ്ട്, നിരാകരിച്ചുകൊണ്ട് ചില അസത്യങ്ങൾ പ്രചരിപ്പിക്കുകയും ഇങ്ങനെയാണ് കേരളമെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന രീതിയിൽ ചില വ്യാജ ചരിത്ര നിർമ്മിതികൾ ഉണ്ടാവുകയാണ്. അത് കലയുടെ പേരിൽ വരുന്ന അങ്ങനെയുള്ള സൃഷ്ടികൾ. അപ്പോൾ ഇത് ഈ സംസ്ഥാനത്തെക്കുറിച്ച്, ഇവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് അടുത്തറിയാത്ത ഒരു സമൂഹം, പുറത്തുള്ള സമൂഹം കരുതും ഇങ്ങനെയാണ് കേരളം. അതല്ല, വരികയാണ്. അത് ബോധപൂർവം ഏതെങ്കിലും തരത്തിലൊരു സാമൂഹ്യ സ്പർദ്ധ വളർത്താൻ ലക്ഷ്യമിട്ട് നിർമ്മിച്ചതാണെന്ന് സംശയിക്കുമല്ലോ. അല്ല, അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇപ്പോൾ ഈ കലാസൃഷ്ടികൾ മനുഷ്യരെ ഒന്നിപ്പിച്ചു നിർത്തേണ്ട ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കേണ്ടതാണ്. അത് എത്ര ഭിന്നിച്ചു നിൽക്കുന്ന സമൂഹത്തെയും ഒന്നിപ്പിക്കാൻ കലാസൃഷ്ടികൾക്ക് വലിയ ശക്തിയുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ നേരെ മറിച്ച് ഒന്നിച്ചു നിൽക്കുന്ന, പരസ്പരം സഹവർത്തിത്വത്തോടെ, സൗഹാർദ്ദത്തോടെ, പരസ്പരം വിശ്വസിച്ചും ആശ്രയിച്ചും സ്നേഹിച്ചും സഹായിച്ചും പരസ്പരം ക്ഷമിച്ചും ഒക്കെ കഴിയുന്ന ഒരു സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കാൻ, അവരെ പരസ്പരം വിഘടിപ്പിക്കാൻ, ഭിന്നിപ്പിച്ചു നിർത്താനുള്ള ഒരു വളരെ ബോധപൂർവമായ ഒരു ശ്രമമാണ് ഇതിന്റെ പിന്നിലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത്തരമൊരു ആവിഷ്കാരത്തെ എനിക്ക് അതിൻ്റെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞ് അതിനെ അംഗീകരിക്കാനാവില്ല. ഇത് നമ്മൾ ഈ അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് അല്ലെങ്കിൽ പരസ്പരം വിദ്വേഷം പ്രചരിപ്പിക്കുന്നത്, പകയും വിദ്വേഷവും വെറുപ്പും ഒക്കെ പ്രചരിപ്പിക്കുന്നത് ആകരുത് കലാകാരൻ്റെ, കലയുടെ ആത്യന്തികമായ ലക്ഷ്യം. അതിനകത്ത് ഇപ്പോൾ ഒരു കലാസൃഷ്ടിയിലൂടെ എന്തെങ്കിലും ഒരു സന്ദേശം ഈ സമൂഹത്തിന് നൽകണം എന്നൊന്നും ഞാൻ പറയില്ല. സ്പർദ്ധ വളർത്തുന്ന അതൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ഈ ഒരു കലാസൃഷ്ടിയിലൂടെ എന്തെങ്കിലും ഒരു സന്ദേശം സമൂഹത്തിന് നൽകണം എന്ന് ഞാൻ പറയില്ല. സന്ദേശങ്ങളൊന്നും നൽകിയില്ലെങ്കിൽ പോലും അപകടമൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലും ഒരു സന്ദേശം നൽകുന്നുവെങ്കിൽ അത് ശരിയുടെ പക്ഷത്ത് നിൽക്കുന്നതാകണം, സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നതാകണം, മനുഷ്യന്റെ പക്ഷത്ത്, മാനവികതയുടെ പക്ഷത്ത്, മതേതരത്വത്തിന്റെ പക്ഷത്ത്, ഒരു പുരോഗമന സമൂഹത്തിന് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം നൽകുന്ന ആ ഒരു പക്ഷത്ത് ഉള്ളതാകണം അത്തരമൊരു നിലപാട്. അല്ലാതെ എന്തെങ്കിലും ഒരു സന്ദേശം അത് നൽകി ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കുകയും വെറുപ്പിലേക്കും വിദ്വേഷത്തിലും പകയിലേക്കുമൊക്കെ നയിക്കുകയും ചെയ്യരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ കേരള സ്റ്റോറി ഈ സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്ന സിനിമയാണെന്ന് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞു. അങ്ങനെ ഇത്തരം സിനിമകൾക്ക് പ്രോത്സാഹനം നൽകുമ്പോൾ അതൊരു തെറ്റായ സന്ദേശം തന്നെയല്ലേ?
അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് ഒരു അവാർഡ് ജൂറിയുടെ നിർണയത്തെക്കുറിച്ച് ഞാൻ ഒരു അഭിപ്രായവും പറയുന്നത് ശരിയല്ല, അത് ഞാൻ പറയുകയുമില്ല. പക്ഷേ ഇത് വ്യാപകമായ ഒരു പ്രചാരം ആ സിനിമയ്ക്ക് അതിലൂടെ കിട്ടാൻ ഇടയായി. അത് ഒരു തെറ്റായ സന്ദേശം ഈ ലോകത്തിന് മുമ്പിൽ പ്രചരിപ്പിക്കുന്നതാണ്. നമ്മുടെ കേരളത്തിൻ്റെ യഥാർത്ഥ ചിത്രം, യഥാർത്ഥ സ്റ്റോറി, യഥാർത്ഥ കേരള സ്റ്റോറി എന്താണ് എന്ന് അത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതിന് വിരുദ്ധമായ ഒരു 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 എന്താണ് ഒരു വ്യാജ സ്റ്റോറി ആണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. അതാണ് ഏറ്റവും അപകടമായിട്ട് നമ്മൾ കാണേണ്ടത്.